ഫസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്യുക. അതായത് നേരത്തെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ഒരു ലോഗിൻ ലിങ്കും ഐഡിയും പാസ്വേഡും. അപ്പോൾ ആ ലിങ്കും അതിൻ്റെ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രോഡക്റ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഇപ്പോൾ ഒരു ചുരിദാറുണ്ട്, ആ ചുരിദാറിന് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുവാണെങ്കിൽ അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇമേജസ് അല്ലെങ്കിൽ കളർ വേരിയേഷൻസ്, പ്രോഡക്റ്റ് പ്രൈസ്, അതൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിക്കാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കുക. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രോഡക്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പുതിയ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലെ പ്രോഡക്ട്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് നെയിം കൊടുക്കാൻ, അതുപോലെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ സാമ്പിൾ പ്രോഡക്റ്റ് എന്ന് കൊടുക്കാം. സാമ്പിൾ പ്രോഡക്റ്റിൻ്റെ നെയിം ഇപ്പോൾ ഏതാണോ പ്രോഡക്റ്റ് വരുന്നത്, ചുരിദാറാണോ അല്ലെങ്കിൽ ഗൗണാണോ, ഏത് പ്രോഡക്റ്റാണോ ആ പ്രോഡക്റ്റിൻ്റെ നെയിം ഇവിടെ കൊടുക്കാം. എന്നിട്ട് ആ പ്രോഡക്റ്റിനൊരു ഡിസ്ക്രിപ്ഷൻ കാണുമല്ലോ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ സാമ്പിൾ പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വരെ ഇപ്പോൾ ചുരിദാറാണെങ്കിൽ ആ ചുരിദാറിൻ്റെ സൈസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് കോട്ടൺ ആണോ അല്ലാതെ അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽ ടൈപ്പ് പ്രോഡക്റ്റുകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ വരുന്ന ഓരോ ഡിസ്ക്രിപ്ഷനും നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സാമ്പിൾ പ്രോഡക്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രോഡക്റ്റ് ഡേറ്റയുടെ അവിടെ സാമ്പിൾ പ്രോഡക്റ്റ് എന്നാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ആ ഒരു കളർ മാത്രമേ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രോഡക്റ്റ് എന്നും പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ടതുകൊണ്ട് വേരിയബിൾ പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ വേരിയബിൾ പ്രോഡക്റ്റ് ഡേറ്റ വേരിയബിൾ പ്രോഡക്റ്റ് എന്ന് കൊടുക്കുക. ഈ SKU എന്നുള്ളത് ഇപ്പോൾ ജസ്റ്റ് ഐഡിയ, ആ പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡിയ ആയിട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ 1 2 3 4 എന്ന് കൊടുക്കുക. അതിനുശേഷം ആട്രിബ്യൂട്ട്സ്. നേരത്തെ നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആട്രിബ്യൂട്ട്സ്. അതിൽ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ കളർ വേരിയേഷൻസ്, സൈസ് എന്ന് പറഞ്ഞ 2 ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിന് ഇപ്പോൾ ഒരു ചുരിദാറുണ്ട്, ആ ചുരിദാർ തന്നെ ഡിഫറെൻറ്റ് സൈസിൽ കാണും, ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റേറ്റ് വരുന്ന അങ്ങനെയൊക്കെ കാണത്തില്ലേ. അപ്പോൾ അതുപോലെയുള്ള ഇതിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ആക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിൻ്റെ ആ സെക്ഷനിൽ തന്നെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടല്ലേ, അത് ഓപ്പൺ ആക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കളർ വേരിയേഷൻസ്, സൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഒരു ആട്രിബ്യൂട്ട്, അതായത് എന്താണ് റേറ്റ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് ആട്രിബ്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കളർ വേരിയേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഓൾറെഡി കളർ വേരിയേഷൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക കളർ വേരിയേഷൻസ്. അതിൽ കുറേ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അതായത് ബ്ലാക്ക് ഏതൊക്കെ കളറാണോ എന്നുള്ള. അപ്പോൾ അതിൽ നിന്ന് എല്ലാ കളേഴ്സും സെലക്ട് ചെയ്യുക. നമുക്ക് എല്ലാ കളേഴ്സും ഇതിൽ കൂടാതെ വേറെ കളേഴ്സ് ഉണ്ടെങ്കിലും ഇവിടെ ക്രിയേറ്റ് വാല്യൂ എന്നും പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം സെലക്ട് ചെയ്ത് സേവ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, സേവ് ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് വേരിയേഷൻസ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുള്ളത്, കളർ വേരിയേഷൻസ് പറയുന്ന ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട്
വേരിയേഷൻസിനകത്ത് ഇവിടെ ജനറേറ്റ് വേരിയേഷൻസ് വരാം. അതായത് ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ട് കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക്, ബ്ലൂ എല്ലാ കളേഴ്സും ഇവിടെ വേരിയേഷൻസ് ആയിട്ട് വരും. അപ്പോൾ ഈ ജനറേറ്റ് വേരിയേഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അത് ഓക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ വേരിയേഷൻസ് എല്ലാം നമ്മുടെ ഇതിലേക്ക് ആഡാവും. എന്നിട്ട് ഏത് ചുരിദാറാണ് വരുന്നത് ആ ചുരിദാറിൻ്റെ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീന് എല്ലാ വേരിയേഷൻസും ഇവിടെ ആഡായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈച്ച് വേരിയേഷൻസിലും അതിൻ്റേതായ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ഈ ബ്ലാക്ക് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതായത് ബ്ലാക്ക് കളറാണ് ചുരിദാറെങ്കിൽ ഇപ്പം ഇതൊരു ബ്ലാക്ക് കളർ ചുരിദാറാണ്. അപ്പോൾ ഈ കളർ ചുരിദാറിൻ്റെ ഒരു വേരിയേഷൻ ഇമേജ് കൊടുത്തു. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഓക്കെ. അതിന് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതുകൂടാതെ അതായത് ഈ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ അല്ലെങ്കിൽ ബാക്ക് വ്യൂ അങ്ങനെയുള്ള ആഡ് ചെയ്യാനായിട്ട് ആണ് ഈ ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് വേരിയേഷൻ ഇമേജ് ഗാലറി. അത് ഈ പ്രോഡക്റ്റിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആംഗിളിലുള്ള ഇമേജസ് ആഡ് ചെയ്യാനായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു വേരിയേഷൻ ഇമേജ് ആയിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യണം. ഇൻസേർട്ട് ഗാലറി ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ തന്നെ വേരിയേഷൻ വരുന്ന ഇമേജ് ഇത് ആഡ് ചെയ്യാം. ഈ രണ്ട് വേരിയേഷൻസ് ഇമേജ് ആഡ് ചെയ്തു ഗാലറിയിൽ. ഓക്കെ. പിന്നെ അതിൻ്റെ റെഗുലർ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഒരു 1000. റെഗുലർ പ്രൈസ് 1000 ആണ്. നമ്മൾ സെയിൽ പ്രൈസ് ചെയ്യുന്നത് 850. അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുക. അതായത് ഈ പ്രൈസ് വരുന്നത് ഇത് സ്റ്റോക്ക് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ എന്നുള്ള കാര്യം ആഡ് ചെയ്യുക. പിന്നെ വെയിറ്റ് ലെങ്തും വിഡ്ത്തും ഹൈറ്റും വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ വെയിറ്റ് ഡ്രസ്സിന് വെയിറ്റ് അങ്ങനെ കൊടുക്കാറില്ലല്ലോ. അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ബ്ലാക്കിൽ ആഡ് ചെയ്ത് അതുപോലെ എല്ലാ കളേഴ്സിലും ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിൽ ഏതാണോ ആ ഇമേജ് വരുന്നത്. അപ്പോൾ ഇതിൽ ബ്ലൂ ഇമേജ്, ബ്ലൂ കളർ ചുരിദാർ ഇമേജ് ഈ ഇമേജ് കൊടുത്തു നോക്കാം. ഇതൊരു ബ്ലൂ കളറല്ലേ. അപ്പോൾ ആ ഇമേജ് പ്രോഡക്റ്റ് ഗാലറിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് 1000. അങ്ങനെ എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ 2 ആഡ് ചെയ്തുള്ളൂ. അങ്ങനെ ഏതൊക്കെ കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിലെല്ലാം പ്രോഡക്റ്റ് ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റേതായ ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കളർ, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, അങ്ങനെ എല്ലാ കളറും ആഡ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ടൊരു പ്രോഡക്റ്റ് അല്ലേ ആഡ് ചെയ്തത്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഏത് പ്രോഡക്റ്റാണോ ആ പ്രോഡക്റ്റിൻ്റെ ഇമേജ് ഇതിൽ കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു ഇമേജ് കൊടുക്കാം. കൊടുത്ത് ആ ഇമേജിനുള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ഇമേജസ് കാണിക്കണമെങ്കിൽ ഇപ്പോൾ കുറച്ചായി ഒരു ഇമേജ് ആദ്യം ജസ്റ്റ് 2 ഇമേജ് കാറ്റഗറി ജസ്റ്റ് ലിയ കട്ട് സൽവാർ സെറ്റ് നമുക്ക് ജസ്റ്റ് ഒരു കാറ്റഗറി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് എല്ലാത്തിനും ശേഷം പ്രോഡക്റ്റ് പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് പബ്ലിഷ്ഡ്. അപ്പോൾ നമുക്കിത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ പ്രോഡക്റ്റ് ഒന്ന് വ്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് മെയിനായിട്ട് വരുന്ന പ്രോഡക്റ്റ്, പിന്നെ അതിൻ്റെ ഏതെങ്കിലും സബായിട്ട് വരുന്ന പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമേജസ്, പിന്നെ കളർ വേരിയേഷൻസ്. ഇപ്പോൾ നമ്മൾ 2 എണ്ണത്തിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തു.
ബ്ലാക്ക് ആണെങ്കിൽ ഏത് ഇമേജാണോ അതിവിടെ ഡിസ്പ്ലേ ആകും. ബ്ലൂ ആണെങ്കിൽ ഏതാണോ കൊടുത്തത് ആ ഇമേജ് ഡിസ്പ്ലേ ആകും. ഇതിൽ നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ ഇറ്റ്സ് എ സാമ്പിൾ പ്രോഡക്റ്റ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് പോലെ കുറേ ഡിസ്ക്രിപ്ഷനൊക്കെ വരാം ഓരോ പ്രോഡക്റ്റിനും. അപ്പോൾ അത് ആഡ് ചെയ്ത് അങ്ങനെ കൊടുക്കുക. അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ഈ കളർ വേരിയേഷൻസ് തന്നെയാണ് ഇതിലും കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്വാച്ച് സെറ്റിങ്സ്. അതായത് ഈ വേരിയേഷൻസ് എങ്ങനെ കാണിക്കാം. ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമേജിൻ്റെ ഒരു പിക്ക് തന്നെ കാണിക്കണോ, അതോ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഗ്രീൻ അല്ലേ, ഗ്രീൻ കളറായിട്ട് കാണിക്കണോ, അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ കളർ വേരിയേഷൻസ് എന്നുള്ളത് ഒരു ഓപ്ഷൻ കണ്ടില്ലേ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് കളറായിട്ട് നമുക്ക് കൊടുക്കാം. കളർ തന്നെ സ്ക്വയർ ഷേപ്പിൽ. ബ്ലാക്ക് ആണെങ്കിൽ സെലക്ട് കളർ ബ്ലാക്ക്. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ സെലക്ട് ചെയ്യുക. ഗ്രീൻ ആണെങ്കിൽ ഇതിന് ഗ്രീൻ സെലക്ട് ചെയ്യുക. വൈറ്റ് സെലക്ട് ചെയ്യുക. യെല്ലോ. ഓക്കെ, അങ്ങനെ എല്ലാ കളറും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. സേവ് ചെയ്യുക, അതുപോലെ തന്നെ അപ്ഡേറ്റും ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത പ്രോഡക്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്ന ബ്ലാക്ക് കളറ്, ബ്ലൂ, ഗ്രീൻ ആണെങ്കിൽ ആ പ്രോഡക്റ്റ്, വൈറ്റ് ആണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്താൽ അതേതാണോ പ്രോഡക്റ്റ്, എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ വേരിയേഷൻസ്. ബ്ലൂ ആ പ്രോഡക്റ്റ് വേരിയേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ റിവ്യൂ ഇതൊന്നും കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹൈഡ് ചെയ്യാനായിട്ട് അഡ്വാൻസിനകത്ത് ഈ എനേബിൾ റിവ്യൂ എന്നുള്ളത് ഡിസേബിൾ ആക്കിയിട്ടിരുന്നാൽ മതി. പിന്നെ വേരിയേഷൻസിൽ പോയാൽ വേരിയേഷൻസ് എല്ലാ അട്രിബ്യൂട്ട്സിൽ പോയാൽ ഡിസേബിൾ ഓൺ പ്രോഡക്റ്റ് പേജ് അത് ഓഫാക്കിയിട്ടിരുന്നാൽ കണ്ടോ. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ, റിവ്യൂസ് ഒന്നും ഡിസ്പ്ലേ ആയിട്ടില്ല. കളർ വേരിയേഷൻ ആഡ് ചെയ്യുന്നതപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.